ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക. യൂസ് ഇയർഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. ഹായ്, ഹരിയാണ് സംസാരിക്കുന്ന പ്രോ റൈഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഫൈനലി റോയൽ എൻഫീൽഡിന്റെ പുതിയൊരു എഞ്ചിനും കൂടി വരാൻ പോവുകയാണ്. നിലവിൽ ഇപ്പോൾ റോയൽ എൻഫീൽഡ് ആയാലും 3 എഞ്ചിനുകളാണ് ഉള്ളത്. അതിൽ ആദ്യം പറയേണ്ട 350 cc എഞ്ചിനാണ്. ഈ എഞ്ചിനെ പറ്റി സംസാരിക്കാനാണെങ്കിൽ ഇത് എയർ ആൻഡ് ഓയിൽ കൂൾഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അവരുടെ ആ പഴയ OHV എഞ്ചിനിൽ നിന്ന് SOHC എഞ്ചിനിലോട്ട് കൺവേർട്ട് ചെയ്ത ഒരു എഞ്ചിനാണ്. പിന്നെ ആ പഴയ എഞ്ചിന് ഒരു റീപ്ലേസ് ചെയ്ത എഞ്ചിനും കൂടിയാണിത്. നിലവിൽ അവരുടെ കുറെ മോട്ടോർ സൈക്കിൾ യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനും കൂടിയാണിത്. ഇനിയും ഈ എഞ്ചിൻ വെച്ചുള്ള മോട്ടോർ സൈക്കിൾ വരാനും ഉണ്ട്. അടുത്ത എഞ്ചിൻ പരിശോധിക്കാൻ പോയി കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡ് ഇന്റർസെപ്റ്ററും കോണ്ടിനെന്റൽ GT-യിലൂടെ അവതരിപ്പിച്ച പാരൽ ട്യൂണായ 650 cc എഞ്ചിനാണ്. നിലവിൽ ഇപ്പോൾ ഈ എഞ്ചിൻ വെച്ച് 4 മോഡലുകളാണ് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന്റെ പാരൽ ട്യൂണായിട്ടുള്ള 650 cc എഞ്ചിൻ നൽകുക. ഇത്ര അഫോർഡബിൾ റേറ്റിന് പാരൽ ട്യൂണായിട്ടുള്ള 650 cc എഞ്ചിൻ മറ്റൊരാൾക്ക് നൽകാൻ സാധിക്കുകയില്ല. ഇത് എയർ ആൻഡ് ഓയിൽ കൂൾഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ്. റോയൽ എൻഫീൽഡ് എഞ്ചിനുകളിലെ ഏറ്റവും ഭാരം കൂടിയ എഞ്ചിനും ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹിമാലയൻ പോലുള്ള മോട്ടോർ സൈക്കിളുകൾ ഈ എഞ്ചിൻ വെക്കുന്നതിനെ പറ്റി ചിന്തിക്കുക പോലും സാധിക്കില്ല. പിന്നെ ഈ എഞ്ചിൻ എയർ ആൻഡ് ഓയിൽ കൂൾഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഹീറ്റിംഗ് കൂടുതലാണ്. അപ്പൊ ചെരുപ്പിട്ട് ഈ വണ്ടി ഓടിക്കുന്നതിനെ പറ്റി ചിന്തിക്കേ വേണ്ട. ഈ എഞ്ചിൻ വെച്ചുള്ള മോട്ടോർ സൈക്കിൾ തീരുന്നില്ല. ഇനിയും മോട്ടോർ സൈക്കിൾ ഈ എഞ്ചിൻ വെച്ച് കൊണ്ടുവരുന്നതാണ് കമ്പനി. നിലവിൽ 350 cc വെച്ച് വന്ന എല്ലാ മോഡലും 650 എഞ്ചിൻ വെച്ചും വരുന്നതാണ്. ഫൈനലി അവർ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ഹിമാലയയിൽ വന്ന 450 cc എഞ്ചിൻ. റോയൽ എൻഫീൽഡ് ആദ്യമായിട്ടാണ് ഒരു ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള എഞ്ചിൻ അവതരിപ്പിക്കുന്നത്. അത് കൂടാതെ ഇതൊരു DOHV എഞ്ചിനും കൂടിയാണ്. അത് കൂടാതെ ഇതൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എഞ്ചിനും കൂടിയാണ്. ആദ്യമായിട്ടാണ് റോയൽ എൻഫീൽഡിൽ നിന്ന് ഒരു 40 bhp പവറുള്ള ഒരു മോട്ടോർ സൈക്കിൾ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ അതിന് തുല്യമായ ടോർക്കും നമുക്ക് ലഭിക്കുന്നുണ്ട്. കമ്പനി ഒരു പവർ പാക്കഡ് എഞ്ചിനാണ് നമുക്ക് തന്നിരിക്കുന്നത്. പഴയ SOHC ഓയിൽ കൂൾഡ് ആയിട്ടുള്ള 411 cc എഞ്ചിനെ റീപ്ലേസ് ചെയ്യുന്ന എഞ്ചിനും കൂടിയാണ് ഇത്. ഈ എഞ്ചിൻ വെച്ചുള്ള ആദ്യത്തെ മോട്ടോർ സൈക്കിൾ ഹിമാലയൻ 450 ആണ്. ഈ എഞ്ചിൻ വെച്ചുള്ള ഇനിയും മോഡലുകൾ കമ്പനി കൊണ്ടുവരുന്നതാണ്. ആറാണ്ടിക്കാർക്ക് ഈ 3 എഞ്ചിൻ വെച്ച് ഏത് മോട്ടോർ സൈക്കിൾ വേണമെങ്കിലും ഡെവലപ്പ് ചെയ്തിറക്കും. 350 cc എഞ്ചിനെ 300 ആക്കി ചുരുക്കി ഇറക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടപടിയാവുന്ന കേസല്ല. ഈ 3 എഞ്ചിനിൽ ഏത് വേണമെങ്കിലും എടുത്ത് എന്ത് മോട്ടോർ സൈക്കിൾ വേണമെങ്കിൽ ചെയ്തോളാനാണ് പറയുന്നത്. ഫൈനലി നമ്മൾ സംസാരിക്കേണ്ട കാര്യത്തിലോട്ട് എത്തുകയാണ്. റോയൽ എൻഫീൽഡ് പുതുതായി കൊണ്ടുവരാൻ പോകുന്ന 750 cc എഞ്ചിനെ പറ്റിയാണ് സംസാരിക്കേണ്ടത്. ഇനി വരാൻ പോകുന്ന 750 cc എഞ്ചിൻ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനായിരിക്കും. ഞാൻ മുന്നേ തന്നെ അറിഞ്ഞൊരു കാര്യമാണ് ഈ എഞ്ചിനെ പറ്റി. ഇന്നൊരു ഫൈനൽ കൺഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അടുത്ത വർഷത്തോടെ 750 cc ആയിട്ടുള്ള മോട്ടോർ സൈക്കിളുകൾ പുറത്തിറക്കുന്നതാണ് റോയൽ എൻഫീൽഡ്. നിലവിലുള്ള 650 cc പെർഫോമൻസ് കുറവ് നിർത്താനാണ് ഈ പാരൽ ട്വിൻ 750 cc കമ്പനി കൊണ്ടുവരുന്നത്. 650 cc പാരൽ ട്വിൻ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന 47.4 PS അറ്റ് 7250 RPM ആണ്. ഇനി 750 cc പാരൽ ട്വിനിലോട്ട് വരുമ്പോൾ 60 bhp ആണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി 650 cc ടോർക്ക് വരിക 52.3 Nm 5150 RPM-ലാണ്. 750 വരുമ്പോൾ ടോർക്ക് വരുന്നത് 55 Nm ആണ്. പവറിൽ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. ടോർക്കിൽ ചെറിയ രീതിയിലുള്ള ട്യൂണിംഗ് വ്യത്യാസമേ ഉള്ളൂ. പിന്നെ ഈ സ്പെസിഫിക്കേഷനിലൊക്കെ വ്യത്യാസം വന്നേക്കാം. നിലവിലുള്ള 650 cc അടിസ്ഥാനമാക്കിയായിരിക്കും ഈ 750 cc എഞ്ചിനും കമ്പനി ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഏത് തരം കൂളിംഗ് സിസ്റ്റം ആയിട്ടാണ് വരുന്ന അങ്ങനെയുള്ള കൂടുതൽ വിവരങ്ങളൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല. 650 cc പോലെ ബൾക്കി ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആയിരിക്കില്ല, ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആയിരിക്കും. അതായത് ബിഗർ cc ആയിട്ടുള്ള ഹിമാലയയിൽ ഈ 750 cc എഞ്ചിൻ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ഒരിക്കലും അവർ ഹിമാലയൻ 450 cc ഒതുങ്ങുന്ന ഒരു ഹിമാലയൻ അല്ല. ഹിമാലയൻ ഒരു ഗ്ലോബൽ സ്വീകാര്യത ലഭിച്ച സ്ഥിതിക്ക് മറ്റ് ബിഗർ cc ആയിട്ട് ലേഡിയുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ വേണ്ടി തീർച്ചയായും ഒരു 750 cc ഹിമാലയനെ നമുക്ക് പ്രതീക്ഷിക്കാം. പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് 750 cc എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇന്റർസെപ്റ്ററും കോണ്ടിനെന്റൽ GT-യും 650 നിർത്തുമോ ഇല്ലയോ? 650 cc GT-യും ഇന്റർസെപ്റ്റും അവിടെ തന്നെ നിൽക്കും. അതുകൂടാതെ 750 cc GT-യും ഇന്റർസെപ്റ്റർ ആയിരിക്കും ആദ്യം വരുന്നത്. അതേപോലെ തന്നെ ഇന്റർസെപ്റ്ററിനെ അടിസ്ഥാനമാക്കി പോപ്പർ ഒരു സ്കാംബ്ലർ മോട്ടോർ സൈക്കിളും വരാൻ സാധ്യതയുണ്ട്. ഇന്റർസെപ്റ്റർ ബിയർ എന്നായിരിക്കും ഇതിന് പേര് നൽകാമെന്നാണ് റൂമേഴ്സുകൾ പറയുന്നത്. ആദ്യമായിട്ടായിരിക്കും റോയൽ എൻഫീൽഡിൽ നിന്ന് പാരൽ ട്വിൻ ആയിട്ടുള്ള സിംഗിൾ എക്സോസ്റ്റ് മോഡൽ വരാൻ പോകുന്നത്. പിന്നെ 350 cc ക്ലാസിക്കിന്റെ ഒരു അപ്ഡേറ്റഡ് വേരിയന്റ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. കമ്പനി ഐക്മ ഓട്ടോ ഷോയിൽ കാണിച്ച ഇലക്ട്രിക് ഹിമാലയ 2027 കമ്പനി കൊണ്ടുവരുന്നതാണ്. ഒട്ടനവധി കാര്യങ്ങൾ റെട്രോ ക്ലാസിക് മോട്ടോർ സൈക്കിളായ റോയൽ എൻഫീൽഡിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്നു. ഈ മോഡലുകൾക്കെല്ലാം നിങ്ങൾ കാത്തിരിക്കുന്ന പോലെ ഞാനും കാത്തിരിക്കുകയാണ്. മഴയെ ഒരു വില്ലനായി നേരിട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഹരിസി മീഡിയ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അതിനകത്തും വ്യത്യസ്തമായ വീഡിയോസ് വരുന്നത്.